എല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. ഞാൻ ഇനി ഓടും, പക്ഷെ ഒരു റബ്ബർ പന്തോട് ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. എന്റെ കർത്താവേ, കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. നിങ്ങൾ ഇപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയത്, ഞാൻ ഇപ്പോഴാ ക്യാരക്ടറിലേക്ക് കയറിയത്. വീണ്ടും കാണാം. നൈസ് മീറ്റിംഗ് യു. മൈക്കിളപ്പ വിളിച്ചായിരുന്നു, തന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ചേട്ടാ, ഒന്നും ചെയ്യരുത്. ഇല്ല, കൊല്ലേ ഉള്ളൂ. പക്ഷെ എഴുന്നേറ്റ് വരുന്നവൻ നേതാവാ. അവനെങ്ങനെ പെട്ടെന്ന് അടിക്കാൻ പറ്റില്ല, ബുദ്ധി ഉപയോഗിക്കണം. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ പോവാലേ. ടോക്കിംഗ് വാക്കിംഗ് സംതിങ്. മൈസൂർ വരെ എത്തണ്ടല്ലേ? എത്ര കഴിഞ്ഞിട്ട് വരടാ സിനിമോനെ. നോക്കണേ. പൊന്നുപോലെ ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്ന് വെച്ചു. സാറേ, അപ്പൊ നമ്മൾ കാലനെ പൊക്കാനാണല്ലേ പോകുന്നത്? അയ്യോ, എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി. വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. ഒന്നെ സുത്തി സുത്തി വരണം, അതാ ആശ. അതെന്താ സ്വീറ്റ് റാസ്കൽ? നമ്മള് രണ്ടുപേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഞാൻ സ്വീറ്റ്, അമ്മാവ റാസ്കൽ. ഇന്നെന്തെങ്കിലും നടക്കും? ഒന്നും നടക്കില്ല. പക്ഷേ ഇത് അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിന്റെ ഇടയിൽ കുരിയൻ കയറി വരകാൻ വരണ്ട. ഇത്ര പാരവശ്യം താനെന്തിനോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക് നടക്കണം. അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്ന് കയറും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ് എന്ന് വെച്ച് കയ്യൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. അപ്പൊ അറിയാം. ഇതിന്റെ അവസാനം വരെ ഞങ്ങളും കൂടെ ഉണ്ടാവും. ആരെയും അവൻ ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയും, പക്ഷെ നമ്മൾ തീരാതിരിക്കാൻ തൽക്കാലം അവനൊപ്പം നിന്നേ പറ്റൂ. ശിവമാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാൻ സമ്മതിക്കൂലെന്ന്. അവൻ കൈന്നിട്ട് പറഞ്ഞതാ. കാണുന്ന ചൂടേ ഉള്ളൂ, പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. ഇത് നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടോ. ഇതെല്ലാം കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയാല. ഒരാഴ്ച നമുക്ക് സബ്ജയിൽ നടന്നു കാണാം. അതുകൊണ്ട് ദാഹം തീരുമോ? ഗുലാബ് ജാമേ. ശത്രുവിനെ കീഴടക്കാൻ 3 രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാറടങ്ങിയില്ല. ഒന്നും മിണ്ടായിരടാ അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. അങ്ങനെ ഒരു ഉറപ്പ് എന്നോട് ചോദിക്കരുത്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ we will try our best. എന്റെ ഫ്രണ്ട് ഗോപൻ. ഹലോ, ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇവൻ എന്നെ പറ്റി. അതെ, എന്നാ ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ജീവിക്കും, ജീവിച്ച് കാണിക്കും. കാരണം ഇവനുണ്ടാകും ഇനി എന്റെ കൂടെ. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, പൊട്ടന് ലാട്ടറി അടിച്ചെന്നക്ക. ഇതാ തന്നെ കഥ. ഞാൻ പകവിട്ടാമെന്നൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ പഴയ ചങ്ങാതിയായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. This is your last warning. Turn off your engines and prepare for surrender, or we will fire. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും. നഷ്ടപ്പെട്ട് പീഡികത്തിനെ കിടന്നിരുന്ന എന്നെ വളർത്തിയത് എന്റെ ശിവനും സത്യനുവാ.
അമ്മാവാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും അവളെ എനിക്ക് തന്നൂടെ? പാട്ട് തരും, പ്രശ്നമില്ല. നടുവെച്ച് ഞാനിപ്പോ എന്തും ചെയ്യും. അപ്പൊ പിന്നെ പോകാം അല്ലേ? രാവിലെ തന്നെ നിന്റെ പണി തീർത്തേക്കാം. അതുകൊണ്ട് എനിക്ക് ആ വാക്ക് പാലിക്കണം. ഞാൻ ഇവിടെ കിടന്നാടും. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂലെന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. ആ, ഒരു സസ്പെൻസ് കൂടി ഉണ്ട്. ഞാൻ നിങ്ങളോട് ആരോടും വന്നല്ലോ ആ സസ്പെൻസ്. നീ ഇവിടെ എവിടെ നിന്ന്? ഞാൻ അവിടെ നിന്ന് വന്നു. ഇവിടെ എന്തിന്? ഇവിടെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാൻ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. ലക്ഷ്മി എന്ന് മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അത് മറന്നേക്ക. ഞാനും അത്യാവശ്യം കളിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ഏഴാമനായിട്ട് എന്നെ കൂടെ കൂട്ടൂ. വെൽക്കം ഉസ്താദ്. യുവർ ജേണി ഓക്കേ? ഓക്കെ, ആഹാരെല്ലാം പിന്നെ കഴിക്കാലോ. സമയമുണ്ടല്ലോ. ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ കൂടെ വരാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിക്കേണ്ടി വന്നു. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. വെറുതെ അല്ല നാട്ടുകാർ അതിനൊരു യോഗം വേണം വാസുട്ടിയെ. കേറ് മാഷ കേറ്. എന്റെ യോഗ മഹായോഗം. ഒന്നുമില്ലാത്തവനല്ലേ ഞാൻ നിന്റെ നേരലായിട്ട് ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞോളാം. വിൻസെന്റിനെ എടാപോടാന്ന് വിളിക്കാൻ അധികാരമുള്ള ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ. ആ നീയാണോ എന്റെ നിഴല്? മച്ചൻ ഈ കോളേജിലെ ഹൈ ജമ്പ് ചാമ്പ്യൻ അല്ലേ? ചെന്നൊരു മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോന്നേ. ഒരുപാടായി എന്റെ നേരെ, പല രീതിയിൽ, പല വട്ടം. ഇനിയും മാതിരി കുണഞ്ഞ പരിപാടിയായിട്ട് എന്റെ മുമ്പിൽ വന്ന നിന്റെ നെഞ്ചത്ത് എലഞ്ഞിത്തറ മേളം കൊട്ടിഞ്ഞ. അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കഴിച്ചതൊക്കെ മറന്നൂല്ലേ? അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒന്നല്ലേ? അല്ല, ഞങ്ങക്ക് ഞങ്ങളുടെ പഴയ ഉണ്ണിയാ. നീ ഇപ്പോഴും മണം മാറി, മുഖം മാറി. അമേരിക്കയിലൊക്കെ ആയിരുന്നോണ്ട് നല്ലോണം വെളുത്ത് കാണൂല്ലേ? എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. ഓ, ഒരു പത്രാസുകാരി. നീ ആരാ? തമിഴ്നാട് സിംഗോ? നിനക്കെന്താണ് എന്നെ പറഞ്ഞുവിടാൻ ഇത്രക്ക് താല്പര്യം? നീ ഇവിടെ നിന്നിട്ടെങ്കിൽ ഭയങ്കര വിഷമാണല്ലോ. ഒന്ന് പോയി തരൂ. അവിടുത്തെ ഏറ്റവും വലിയ മണ്ടനാണ് താ നിക്കുന്നേ. എങ്ങനെയുണ്ട്? കൊണ്ട് ഓർഡർ പോലെ അവളുടെ ഒന്ന് വേഗം പോ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പണി